ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരിയു ആകെ ടെൻഷനിലാട്ടോ. 18-ാം തീയതി ഒറ്റയ്ക്ക് എവിടെയോ പോയി ചാടാനുള്ള പുറപ്പാടാണ് എന്ന് മനസ്സിലാവേണ്ട മനോഹർ അങ്ങനെ ഇത് ചെയ്യാനുള്ള പുറപ്പാടെന്ന് സരിയുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും 18-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനോഹറിനെ പുറത്തേ വിടാൻ പാടില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ് സരിയു. ആ സമയത്ത് മനോഹർ ആണെങ്കിലോ ഗൾഫിലേക്ക് പോകണം അമേരിക്കയിലേക്ക് പോകണം എന്നുള്ള സംഭവത്തിൽ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നില്ല. എല്ലാ സാധനങ്ങളും, അതായത് മനോഹരൻ ഒരു മുട്ടുസൂചി പോലും അവിടെ വെക്കുന്നില്ല, എല്ലാം പാക്ക് ചെയ്യണം. സരിയു ചോദിക്കേണ്ട എല്ലാം മനുവേട്ടന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ മാത്രമാണല്ലോ ഇത്ര ഇൻട്രസ്റ്റ്, എന്താ എന്റെ സാധനവും കുട്ടിയുടെ സാധനം എടുത്തു വെക്കണ്ടേ? മോളു അതൊക്കെ ഞാൻ നിന്നോട് പറയാൻ നിൽക്കുമായിരുന്നു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? നിന്റെ സാധനങ്ങൾ മോൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി, പിന്നെ നമ്മൾ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കുമല്ലോ. അല്ല, മനുവേട്ടൻ ഈ സാധനങ്ങളൊക്കെ എവിടെയാ കൊണ്ടുവച്ചേക്കണത്? അത് എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലുണ്ട്, അവിടെ കൊണ്ടുവച്ചിരിക്കുക. അല്ല എങ്കിൽ ആ ഹോട്ടലിൽ എന്നെയും കൊണ്ടുപോയിക്കൂടെ? ഞാനെന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചാനല്ലോ. മോള് സാധനങ്ങളൊക്കെ അടക്കി പിടിച്ച് ഒരു പെട്ടിയിലാക്കി തന്നാൽ മതി, ഞാൻ കൊണ്ടു വെച്ചോളാം. പിന്നെ മോളുടെ കയ്യിൽ ഇതിന് പൈസയോ ആഭരണങ്ങളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി പെട്ടിയിലാക്കി തന്നേക്ക്, ഞാൻ കൊണ്ടു വെച്ചോളാം എന്ന് മനോഹർ പറയാണ്. ഇത് കേൾക്കുന്നത് സരിയു മനസ്സിൽ വിചാരിക്കണം, ബാക്കിയുള്ള പണവും സ്വർണവും കൂടി ഇയാൾക്ക് വേണമായിരിക്കും, അതിൻ്റെ ഉള്ള അടവാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ. എന്തായാലും കുഴപ്പമില്ല മനുവേട്ട, 18-ാം തീയതി ആകുമ്പോഴേക്കും ഞാനും മനുവേട്ടനും മാത്രമുള്ള ലോകം ആകുമല്ലോ എന്ന് സരിയു പറയുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കണം, നീയും ഞാനും റെഡി, മരിയേ ഞാനും. ഇനി മുതൽ മനോഹർ അമേരിക്കയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കണ്ട് ചിരിച്ചോണ്ടിരിക്കട്ടോ മനോഹർ. അതേസമയം 18-ാം തീയതി രാവിലെ തന്നെ കിരൺ പറയുന്നുണ്ട് ഓഫീസിലേക്ക് കല്യാണി നീ വരണ്ട എന്ന് പറയാണ്. അതെന്താ കിരണേട്ടാ ഞാൻ വന്നാലെന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തൊക്കെ പറഞ്ഞാലും ശത്രുക്കൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഇന്നാണല്ലോ, ഈ ദിവസം എന്തായാലും നീ പുറത്തേക്കൊന്നും പോകണ്ട എന്ന് കിരൺ പറയുമ്പോൾ, അങ്ങനെ പേടിച്ചതിനോട് കാര്യമുണ്ടോ കിരണേട്ടാ? ഞാൻ ഇവിടെ ഇരുന്നാലും അവർക്ക് എന്നെ അപായപ്പെടുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നിട്ട് അപായപ്പെടുത്താലോ. കല്യാണി ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് അനുസരിക്കുക, ഇന്ന് എന്തായാലും നീ പുറത്തിറങ്ങണ്ട, അത് തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ തീരുമാനം. എന്തായാലും വീടിന് പുറത്ത് കുറച്ച് ഗുണ്ടകളെയും കാര്യങ്ങളൊക്കെ അച്ഛൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് കിരൺ പറയണം. പിന്നെ ഇതിനെ കിരണേട്ടാൻ പേടിക്കണത്? ശരി, ഇനി ആരുടെ സമാധാനം കളയാൻ വേണ്ടി ഞാൻ ഇന്നേക്ക് വരുന്നില്ല എന്ന് പറയാണ്. എനിക്കിന്നൊന്ന് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ഇന്നിനി പോണോ കല്യാണി? പോണോ കിരണേട്ടാ? കാദംബരി ചേച്ചി കാർത്തിക ചേച്ചി ഒക്കെ ഇന്ന് അമ്പലത്തിൽ വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയണം. ശരി എങ്കിൽ അവരും കൂടി ഉണ്ടല്ലോ, നീ പോയിട്ട് വാ എന്ന് പറയണം. അങ്ങനെ കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകാട്ടോ. ആ സമയത്ത് പ്രകാശിന് അമ്പലത്തിലുണ്ട്. പ്രകാശനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കല്യാണി തന്നെ 3 പെൺമക്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടോ. അത് കാണുന്ന പ്രകാശൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, എന്റെ 3 പെൺമക്കള് ഞാൻ ഇത്രയും നാളെ തള്ളിക്കളഞ്ഞ എന്റെ പെൺമക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എപ്പോഴാണ് ഭഗവാനെ എന്നെ ഒന്ന് തിരിച്ചറിയാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിനാണ് കൂടുതൽ പ്രകാശൻ ഇങ്ങനെ നോക്കുന്നുണ്ടോ. കാരണം കല്യാണിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രകാശൻ വേദനിപ്പിച്ചും ദ്രോഹിച്ചും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കല്യാണിനെ ശ്രദ്ധിക്കണൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് കാദംബരി ആ കാഴ്ച കാണുന്നത്. മോളെ നോക്കിക്കേ, പ്രകാശനല്ല നിൽക്കുന്നത് എന്ന് പറയാണ്. ശരിയാ, അവിക്രത്തിന്റെ അച്ഛൻ തന്നെയാണ്, മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ കാണുമ്പോഴേക്കും 3 പേര് ഒരുമിച്ച് കാണുമ്പോൾ എന്തായാലും അയാളുടെ വക സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അയാൾ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, വാ ചേച്ചി നമുക്ക് പോകാം എന്ന് പറയാണ്. പെട്ടെന്ന് പ്രകാശൻ അങ്ങോട്ട് വീണ്ടും മോളെ എന്ന് പറഞ്ഞ് മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കാർത്തിക ചോദിക്കുന്നുണ്ട്, മക്കളേന്നോ? നിങ്ങളുടെ മക്കളാരും അതിന് ഈ കൂട്ടത്തിലില്ലെന്ന് പറയുമ്പോൾ, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ പറയണത്? നിങ്ങൾ 3 പേരും എന്റെ മക്കളല്ലേ എന്ന് പറയാണ്. അപ്പൊ കാദംബരി പറയണത്, ശരിയാ, എന്നെ ഒരു പരിധി വരെ നിങ്ങൾ മകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവർ 2 പേരും നിങ്ങൾ മകളായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. അതിൽ ഈ കാർത്തിക ചേച്ചിനെ നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ കല്യാണി, ഇവിടെ നിങ്ങൾ കൊല്ലാതെ കൊന്നുകൊണ്ടിരുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വരുന്നത്? നിങ്ങളുടെ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരല്ലേന്ന്. അല്ല, എനിക്ക് മോളോട് ഒന്ന് സംസാരിക്കണം. ഏത് മോളോട് സംസാരിക്കേണ്ടത്? കല്യാണി മോളത്ത് ഒരു കാര്യം പറയണമെന്ന്, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, നിങ്ങളൊന്നും പറയുകയും വേണ്ട എന്ന് കല്യാണി പറയാണ്. മോളെ വേറൊന്നുമല്ല, മോളെ 18-ാം തീയതി ഇല്ലാതാക്കുമെന്നൊക്കെ ശത്രുപക്ഷത്തിൽ നിന്ന് പറയണ്ടായല്ലോ, അത് ആ രാഹുൽ തന്നെയാ മോളെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കല്യാണി ഒന്ന് ഞെട്ടുന്നു കേട്ടോ. കല്യാണി ചോദിക്കണ്ടേ, രാഹുലോ? അപ്പൊ നിങ്ങളിപ്പോ രാഹുലിന്റെ കൂടെ ആണല്ലേ എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാൻ രാഹുലിന്റെ കൂടെയാണ്. കാരണം വേറൊന്നല്ല, നിനക്കെതിരെ രാഹുൽ എന്താണ് ചെയ്യാൻ പോണതെന്ന് അറിയാൻ വേണ്ടി അവന്റെ കൂടെ സ്നേഹം ഭാവിച്ച് ഞാൻ നിൽക്കുവാണ്. ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് എന്ന് കാർത്തിക പറയാണ്. എല്ലാം മോളെ സത്യം പറഞ്ഞത്, 18-ാം തീയതി അവന്റെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അത് മനോഹർ ഒരു ഫ്രോഡാണല്ലോ, നിങ്ങളെ പോലെ എന്ന് പറയുമ്പോൾ, വ്യത്യാസമുണ്ട്, അവൻ പെണ്ണുങ്ങളെ പുറകെ നടക്കും, ഇയാളെങ്കിൽ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചേച്ചി എന്ന് കല്യാണി പറയാണ്. അതല്ല മോളെ ഞാൻ പറഞ്ഞ, നീ ഒന്ന് കേൾക്ക്, രാഹുൽ നിന്നെ കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ് 18-ാം തീയതി. അയാളുടെ എല്ലാ നീക്കങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അയാൾ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ എല്ലാം ഒഴിവാക്കും, മോള് പേടിക്കൊന്നും വേട്ടോ. അഥവാ നിന്നെ കൊല്ലാൻ വേണ്ടി അയാൾ വന്നാൽ തന്നെ ഈ അച്ഛനെ നെഞ്ചത്ത് കത്തി കയറ്റിയിട്ടായിരിക്കും നിന്നെ അയാള് തൊടുന്നത് എന്നൊക്കെ പ്രകാശൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. പ്രകാശിന്റെ മാറ്റത്തിൽ ചെറുതായിട്ട് പെൺമക്കളൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്.
പിന്നീട് അന്നേ കാർത്തിക പറയണ്ട മോളെ, അയാൾ പറഞ്ഞതിൽ ഇതിന് കാര്യം ഉണ്ടാവും. കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേച്ചി, അയാളെ നമ്മൾ വിശ്വസിക്കേണ്ട. അയാൾ എന്തുമാത്രം ദ്രോഹ നമ്മുടെ ചെയ്തേക്കണത് അതോർത്ത് നോക്ക്. അമ്മേനെ കോടതി വെച്ച് അയാൾ എന്തൊക്കെ വൃത്തികേടാ പറയുന്നു ആലോചിച്ച് നോക്ക്. നമ്മളെയൊക്കെ തള്ളി പറഞ്ഞതിൽ കുഴപ്പമില്ല, പക്ഷെ അമ്മ ഇത്ര വർഷം അയാൾ എന്തുമാത്രം സ്നേഹിച്ചാ ജീവിച്ചത്. 10-27 വർഷം അയാൾക്ക് വെച്ചും വിളമ്പി അയാൾ അടിമപ്പണിയും ചെയ്തിട്ട് എൻ്റെ അമ്മ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മക്ക് ശരിക്കും ഭക്ഷണമൊന്നും കൊടുക്കില്ലായിരുന്നു. എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അമ്മക്ക് ഒരു പിടി ചോറ് പോലും കഴിക്കാനുള്ള അവകാശം ആ വീട്ടിലുണ്ടായിരുന്നില്ല. അതൊക്കെ പോട്ടെ, കോടതിയിൽ വെച്ച് കഴിഞ്ഞ ആവശ്യം അച്ഛനും മോനും എന്തൊക്കെയാ പറഞ്ഞത്. കിരണേട്ടൻ്റെ അച്ഛനായിട്ട് എനിക്കത് പറയാൻ പോലും താല്പര്യമില്ല. കിരണേട്ടൻ്റെ അച്ഛനായിട്ട് അമ്മക്ക് അവിഹിതം ഉണ്ടെന്ന് പോലും ഇയാൾ പറഞ്ഞില്ലേ. അമ്മ അന്ന് നീറിയത് എനിക്ക് കാണാൻ പറ്റി. ശരിയാ മോളെ നീ പറഞ്ഞത്. പക്ഷെ അയാളെ മാറ്റം അത് സത്യമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ചേച്ചി എന്ന് കല്യാണി പറയാട്ടോ. ശേഷം കല്യാണി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ബാക്കി അവർ അവരുടെ വീട്ടിലേക്കും പോകുകയാണ്. തിരിച്ച് പ്രകാശൻ രാഹുലിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ പറഞ്ഞിട്ടാ, പ്രകാശ നീ ഈ തോക്ക് കണ്ടില്ലേ, ഇതിൽ 6 ബുള്ളറ്റ് ഉണ്ട്. ഇതില് എന്തായാലും ഒരു ബുള്ളറ്റ് അത് കല്യാണിക്കുള്ളതാ. പിന്നെ ബാക്കിയുള്ള ബുള്ളറ്റ് അവളെ കൊല്ലാൻ പോകുമ്പോ ആരൊക്കെ എന്റെ എതിരെ വരുന്നുണ്ട് അവർക്കെതിരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാ. എന്തായാലും ആ വീട്ടിലൊരു 4-5 പേരല്ലേ ഉള്ളൂ, എന്നാലും ഒരു ബുള്ളറ്റ് ബാക്കിയാണ് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം മനസ്സിലാക്കണം, എടാ രാഹുലേ, നീ എൻ്റെ മക്കൾ എന്തിനും ചെയ്ത് കഴിഞ്ഞാൽ ആ ബുള്ളറ്റ് നിനക്കുള്ളതായിക്കോടാ എന്ന് പ്രകാശം വിചാരിക്കുക കേട്ടോ. എന്താടാ പ്രകാശം നീ ആലോചിക്കണത്? ഒന്നുമില്ല, നീ പറയുന്ന പോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ എനിക്ക് നാളെ തന്നെ എനിക്ക് ജയിലിൽ പോകണം. ഗംഗപ്രസാദിനടുത്തും വിക്രത്തിനടുത്തും ഈ സന്തോഷ വാർത്ത എനിക്ക് പറയണം. പിന്നെ ഒരു കാര്യടാ രാഹുലേ, നീ ഈ പ്രവൃത്തി ഇന്ന് ചെയ്യുകയാണെങ്കിൽ നാളെ നീ ഒളിവിൽ പോകണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്യോടാ എന്ന് പറയാണ്. എന്തായാലും ആ മതില് പെട്ടെന്ന് കടക്കാനൊക്കെ പറ്റുമല്ലോടാ. എല്ലാം പറ്റും രാഹുലെ, നീ എന്നാൽ ധൈര്യമായിട്ട് അവിടേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഞാനും കൂടെ വരണോ? വേണ്ട, നീ വരണ്ട എന്ന് പ്രകാശിനോട് രാഹുൽ പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ രാത്രി തന്നെ കല്യാണം ഇല്ലാതാക്കാൻ വേണ്ടി പോകുവാട്ടോ. തൊട്ടു പിന്നാലെ പ്രകാശനും പോകുന്നുണ്ട്. കാരണം രാഹുലിന്റെ നീക്കങ്ങൾ, രാഹുൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ രാഹുലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ല, അയാൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രകാശൻ അങ്ങോട്ട് പോണത്. അങ്ങനെ മതിൽ കടന്ന് അപ്പുറത്തേക്ക് രാഹുൽ കടക്കുമ്പോ തന്നെ എന്തോ ഒരു ഒച്ച കേട്ട് ശബ്ദം കേട്ട് കല്യാണി പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരാളെ തോക്കായിട്ട് ഇങ്ങനെ പോണത് കാണുന്നുണ്ട് കേട്ടോ. തൊട്ടുപിന്നാലെ വേറൊരാളും കൂടി പോകുന്നുണ്ട്. കല്യാണി വിചാരിക്കുകയാണ്, ആരും എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്, അയാളുടെ തൊട്ടു പിന്നാലെ ആരും എന്നെ സഹായിക്കാനും വരുന്നുണ്ട് എന്ന് കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ആരാന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പതുക്കെ കല്യാണി ജനലരികെ പോയി നോക്കുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, രാഹുലാണ് എന്ന് കല്യാണിക്ക് മനസ്സിലാവാണ്. കല്യാണിക്ക് പെട്ടെന്ന് എന്തൊക്കെ പറയാനും, പെട്ടെന്ന് ഒരാൾ തോക്കടരുമ്പോൾ ഒരു വെപ്രാളം ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കല്യാണി ഒരു ടെൻഷനൊക്കെ ആവാട്ടോ. കല്യാണി പതുക്കെ കട്ടിലിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാണ്. പെട്ടെന്ന് കല്യാണി ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. വേറൊന്നല്ല, ഒരു വെടി പൊട്ടുന്ന ഒച്ചയാണ്. അതായത് തോക്കിന്നൊരു വെടി പൊട്ടുന്ന ഒച്ച കേൾക്കാണ്. കല്യാണി പുറത്തു പോയി നോക്കുമ്പോഴേക്കും പ്രകാശൻ രാഹുലും വല്ലാത്തൊരു അടിയും ബഹളമൊക്കെ തന്നെയാട്ടോ അവിടെ. ഒരു കാര്യം ഉറപ്പാണ്, ഈ ബഹളത്തിനും വഴക്കിനും ഇടയ്ക്ക് രാഹുലിന് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. പ്രകാശനൊന്നും സംഭവിക്കില്ലായിരിക്കും. ഇനി പ്രകാശൻ എന്തായാലും മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ മരിക്കില്ലല്ലോ. എന്തായാലും ഈ അടിപിടി കേസിൽ പ്രകാശനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, ചെറിയ തോതിൽ മരിക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മുടെ കല്യാണിക്ക് പ്രകാശനോടുള്ള ഇഷ്ടവും. കല്യാണിക്ക് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് പ്രകാശന് വിശ്വാസമുണ്ട്. കാരണം അതായത് മരണം മുമ്പിൽ കണ്ടിട്ടും തന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി പ്രകാശൻ അവിടെ നിന്നല്ലോ. അതുകൊണ്ട് എന്തായാലും കല്യാണി പ്രകാശനെ അംഗീകരിക്കാൻ പോകുന്ന ഭാഗമായിട്ട് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.